പഞ്ചേന്ദ്രിയങ്ങളും ഒരേപോലെ സ്വാധീനമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ മേൽ അവന് നിയന്ത്രണമില്ലെങ്കിൽ അവന്റെ ജീവിതം അവന്റെ കയ്യിൽ നിന്നും വഴുതി മാറുന്നത്, സ്വസ്ഥത നശിക്കുന്നത്. അതിനൊക്കെ ഉദാഹരണമായി സംസ്കൃത ശ്ലോകങ്ങളിൽ ഒത്തിരി ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുരങ്ക മതങ്ക പതങ്ക ഭൃങ്ക മിന്ന എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ശ്ലോകം എപ്രകാരമാണ് മുയലിന് പ്രബലമായ ആ പാട്ടിനോടുള്ള ആസക്തി മൂലം വളരെ മെലോഡിയസ് ആയ പാട്ടുകൾക്ക് അവൻ ശ്രദ്ധിച്ച് അനങ്ങാതിരിക്കുന്നതും പരിസരത്തെ മറക്കുന്നതും ആ സമയം നോക്കി ആ വേടൻ അവനെ കീഴ്പ്പെടുത്തുന്നതും നമുക്ക് വിശദീകരിച്ചു തരുന്നു. അതുപോലെ തന്നെ ആനയെ ഒരു വാഴിക്കുഴി തീർത്ത് അതിനടുത്ത് ഒരു ഇണയെ നിർത്തി ആ ഇണയെ ഒന്ന് സ്പർശിക്കാനുള്ള ആഗ്രഹത്തോടെ വരുന്ന ഈ ആനയെ കുഴിയിലേക്ക് വീഴ്ത്തുകയാണ്. കത്തിജ്വലിക്കുന്ന തീയിലേക്ക് സ്വയം ആത്മാഹൂതി ചെയ്യുന്ന വണ്ടുകളുടെ കാര്യവും മറ്റൊന്നല്ല. ഇതുപോലെ തന്നെയാണ് പ്രബലമായ ഗന്ധത്തിലൂടെ പൂക്കളുടെ മധു തിരിച്ചറിഞ്ഞെത്തുന്ന വണ്ടിന്റെ കാര്യവും. വണ്ട് മധു നുകർന്ന് വീണ്ടും മതോന്മത്തനായി അതിൽ തന്നെ കഴിയുകയാണ്. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും എന്ന് പറഞ്ഞ് ഉള്ള ആ മഹത്തായ ഒരു ശ്ലോകത്തിൽ ആ വണ്ട് അവിടെ ഇരിക്കുകയാണ്. ആ പൂവ് മെല്ലെ അടനിന്നു. വണ്ട് അതിൽ കുടുങ്ങുകയാണ്. അപ്പോഴും വണ്ട് പറയുന്നത്, രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും ഉഷസെങ്ങും പ്രകാശിക്കും. ആ സമയത്ത് ഈ കമലം വിടരും, എനിക്ക് പറന്നുപോകും. പക്ഷേ ആ സമയത്താണ് ഒരാന തുമ്പിക്കൈ കൊണ്ട് ആ പൂവിനെ പിഴുതെടുത്ത് ഭക്ഷിക്കുന്നത്. ഇപ്രകാരം തന്നെയാണ് മീനിന്റെ കാര്യങ്ങൾ. ഇരയെ വിശപ്പിനോടുള്ള ഭക്ഷണത്തോടുള്ള ആഗ്രഹമാണ് ഈ മത്സ്യത്തെ ആ ചൂണ്ടക്കാരന് ചൂണ്ടയിലേക്ക് കൊരുക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ അവസാനം ചോദിക്കുകയാണ്, ഇപ്രകാരം ഒരു ഇന്ദ്രിയത്തിന് മാത്രം ബലമുള്ള ജീവികളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളും ഒരേപോലെ പ്രബലമായ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചില നിയന്ത്രണങ്ങളും ചില ചിട്ടകളും സ്പിരിച്വലായിട്ടുള്ള ചില അവസ്ഥകളിലുമൊക്കെ കൂടി മനുഷ്യൻ കടന്നു പോകേണ്ടത്.